കണ്ടില്ലേ, ഇതിനെയാണ് ഞാൻ കെട്ടി വെച്ചേക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി ബാക്ക് ബെഞ്ച് കപ്പിൾ വൺസ് അഗൈൻ. അപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ തന്നെ വ്യത്യസ്തമായ വീഡിയോ പറഞ്ഞ് മതിയായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ പരിചയപ്പെടുത്താൻ പോകണം. റെയിൽവേ സ്റ്റേഷൻ പരിചയപ്പെടുത്താൻ പോകണമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു മണ്ടത്തരമാണ്. പക്ഷേ നമ്മളൊരു വളരെ ഭംഗിയുള്ള ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. കാണാം മുതലമട റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വണ്ടിത്താവളം കൊല്ലങ്കോട് വണ്ടിത്താവളത്തിനടുത്ത് മുതലമട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത നിങ്ങൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. വെട്ടം, മേഘം, ഒരുപാട് സിനിമ, തമിഴ് സിനിമകളിൽ ഒരുപാട് അൻപേസിപത്തിലൊക്കെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ഒരുപാട് സിനിമകളിൽ ഉള്ള ലൊക്കേഷനാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ രശ്മിക മന്ദാന തെലുങ്ക് ഷൂട്ടിങ്ങിന് വേണ്ടി വന്ന് പോയതൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. ട്രെയിനിൽ വരാനുള്ളൊരു സമയമായിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിനൊരു നല്ല ഷോട്ട് കിട്ടിയാൽ അതും ആയി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരുപാട് ഷൂട്ടിങ് നടക്കുന്നു, ഇത്രയും സിനിമകൾക്ക് എങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷൻ ലൊക്കേഷനായിട്ട് മാറി എന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അധികമൊന്നും വൈകിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പകൽ സമയത്ത് ആകെയുള്ളൊരു ട്രെയിനാണിത് ഇപ്പോൾ പോയത്. നമുക്ക് അത് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി. അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആകെയുള്ളത് 2 ട്രാക്കാണ്. വൈദ്യുതീകരണമൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം പോസ്റ്റ് കാലുകളൊക്കെ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. ആകെയുള്ളത് ഈ സൈഡ് 2 ട്രാക്കും പിന്നെ ഇപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡിൽ 1 ട്രാക്കും, സിംഗിൾ ട്രാക്കും മാത്രമാണുള്ളത്. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. എനിക്ക് ഒരു ഓർമ്മയുള്ള ഒരു സമയമാണെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് ഇതിൽ കൂടെ സ്ഥിരമായിട്ട് ട്രെയിൻ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, പൊള്ളാച്ചി റൂട്ടിലുള്ള ട്രെയിൻ. ഇപ്പോൾ ആ പാസഞ്ചർ ട്രെയിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആകെയുള്ളത് 1-2 എക്സ്പ്രസ് ട്രെയിൻ മാത്രമാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പോകുന്നത് കണ്ടത്. അതുകൊണ്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത് പറയാൻ കാരണം. അപ്പോൾ ആ സമയത്ത്, അതായത് മുമ്പ് ട്രെയിനുകൾ ഓടിയിരുന്ന സമയത്ത് ഞാനിവിടെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇവിടെ ഇത്രയും ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പോൾ വന്ന മാറ്റങ്ങളാണ്. മുമ്പ് ഇവിടെ ഈ മരങ്ങളും കുറച്ച് മൺതിട്ടകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറണമെങ്കിലൊക്കെ ഈ ട്രെയിനിൻ്റെ ഡോറിലുള്ള സൈഡിലുള്ള കമ്പിയിൽ ഏന്തി പിടിച്ചൊക്കെ വേണമായിരുന്നു കയറണമെന്ന്. ഇതിനേക്കാളും മരങ്ങളും ഇതിനേക്കാളും കൂടുതൽ ആൽമരങ്ങൾ തന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള മരങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓഫീസുകളൊക്കെ നല്ല ഓഫീസുകൾ വന്നു. അവരുടെ ഈ ക്വാർട്ടേഴ്സും കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ആ പഴയ ആ ഒരു പഴമ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഡെവലപ്മെൻറ്റൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ യുണീക്ക്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. പ്ലാറ്റ്ഫോമിൽ നിറയെ മരങ്ങളായിരിക്കും. ആ മരങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ട് പറയാനുള്ളത് ഈ ആൽമരങ്ങളാണ്. ഈ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങി നിലത്ത് വരെ എത്തിയിട്ടുള്ള പടുകൂറ്റൻ ആൽമരങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനെ വ്യത്യസ്തമാക്കുന്നതാണ്. അതുതന്നെയാണ് ഇവിടെ ഇത്രയും ഷൂട്ടിംഗ് നടക്കാനും ഇത്രയും ആൾക്കാരെ വിസിറ്റേഴ്സായിട്ട് ഈ സ്റ്റേഷനിലേക്ക് ആകർഷിക്കാനും കാരണമായിട്ടുള്ളത്. നമുക്കിത് ഈ മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതൊരു 100 കൊല്ലമെങ്കിലും ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള മരങ്ങളാണ് ഈ ആൽമരങ്ങൾ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ താഴെ വരെ എത്തി നിൽക്കുന്നത് തന്നെ കാണുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു റെയിൽവേ സ്റ്റേഷനിൽ കാണുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്.
ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ മലപ്പുറം സൈഡിലുണ്ട് എന്നുള്ളതൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഞാനിതുവരെ പോയിട്ടില്ല. നിങ്ങൾക്കറിയാം ആ സ്റ്റേഷൻ്റെ പേര് അറിയുമെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നീ തൂങ്ങിയ പൊട്ടുമെന്നുള്ളത് തൂങ്ങി നോക്ക്, ഒന്ന് തൂങ്ങി നോക്ക്, പൊട്ടിയാൽ നമുക്ക് അതിനെ ബ്ലൂപ്പറായിട്ടിടാം. ബെസ്റ്റ് വെയിറ്റൊക്കെ താങ്ങണ്ടല്ലേ? വിസിറ്റേഴ്സിനും സിനിമ ലൊക്കേഷനും വേണ്ടി മാത്രമല്ല, നാട്ടുകാർക്ക് വന്നിരുന്ന് വൈകുന്നേരം ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൊറ പറയാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകൾ. അധികം തിരക്കില്ലാത്തത് കൊണ്ടും റെയിൽവേ ട്രാഫിക്കിങ്ങും വളരെ കുറവായിരുന്നതുകൊണ്ടും നാട്ടുകാർക്ക് നടക്കാനിറങ്ങാനോ അല്ലെങ്കിൽ വന്നിരുന്ന് കുറച്ചൊരു ഗെറ്റ് ടുഗദറൊക്കെ ആക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഇന്ന് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഓ പൊട്ടി വീണ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഹയ്യടാ ഹയ്യ ഹയ്യ യശോദേ. ഓഹോ അടിപൊളി. പൊട്ടി വീഴോ? കൂട്ടി പിടിച്ചോ എൻ്റെ അമ്മച്ചേ. ഞാൻ മാത്രമല്ല മോശം ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക്? അങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. അത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് പോരാത്ത ഇത്രയും വള്ളികൾ തൂങ്ങി കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നു. നമ്മളിത് പരിചയപ്പെടുത്താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, ഇതാ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഊഹിച്ചത് ശരിയാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി വൽക്കരണം അധികം വൈകാതെ തന്നെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ഇനി വീഡിയോയിൽ കാണിച്ചു തരാം. ഈ റെയിൽവേ സ്റ്റേഷൻ വെറുതെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണെന്നുള്ള നമ്മൾ വെറുതെ കാണിച്ചു തരാം. ഇതിപ്പോൾ നിൽക്കുന്ന ഈ ട്രെയിൻ ഓടുന്ന ട്രെയിനല്ല, ഇത് ബോഗികൾ മാത്രം ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നതാണ്. ഇത് ഈവനിങ് സമയമൊക്കെ ആയപ്പോൾ ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇറങ്ങാൻ വന്ന് തുടങ്ങി. നടക്കാനുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ച് ഈ സ്റ്റേഷൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവരും കുറച്ച് പേരുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു ഫാമിലി സ്പോട്ടായിട്ടാണ് ഇവരൊക്കെ ഇതിനെ കാണുന്നത്. അങ്ങനെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇനി നമുക്ക് മേലെ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മൊത്തം കാടാണ് ഇവിടെ. മൊത്തം കാടാണ് ചുറ്റും. അപ്പുറത്ത് കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ വീടുകളുള്ളതാണ്. പക്ഷേ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തം പച്ചപ്പാണ് ചുറ്റും നോക്കിയാലും. പ്ലാറ്റ്ഫോമിലും പച്ചപ്പ്, പുറത്തും പച്ചപ്പ്. പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുക. ശരിക്കും ഒരു കാടിന് നടുവ് പോലുള്ള ഒരു എക്സ്പീരിയൻസ്. അതിന് നടുവിൽ കൂടെ ഇതുപോലെ പ്ലാറ്റ്ഫോമിന് നടുക്ക് ഭീമമാരായിട്ടുള്ള ഒരു 5 ആലുകൾ. ആ ആലുകൾ എന്നുള്ളത് മാത്രമല്ല, ആ ആലുകളിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ, അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നാച്ചുറൽ ആംബിയൻസ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. നിങ്ങളൊക്കെ ഏകദേശം എപ്പോഴെങ്കിലും ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നമ്മുടെ ഒരു കസിനോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇന്നലെ ഗംഭീര തിരക്കായിരുന്നു. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി ആസ്വദിക്കാനെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഈവനിങ് സ്പോട്ടായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് നടക്കാനും കൂടെ വരുന്നുണ്ട്. ഒരു ഫൺ സ്പോട്ടായിട്ടോ ഗംഭീരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ.
മൊത്തം ഇവിടെ 5 വലിയ ആൽമരങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് പ്ലാറ്റ്ഫോമിൽ നടുവിലാണ് ഈ 5 ആൽമരങ്ങൾ. ഇത് ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. വലിയ ആൽമരങ്ങൾ, വള്ളികൾ തൂങ്ങി ആടുന്ന വലിയ ആൽമരങ്ങൾ. ഈ റെയിൽവേ സ്റ്റേഷന് കാലാകാലങ്ങളായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ആൽമരങ്ങളെ ഇവിടുന്ന് വെട്ടി നശിപ്പിക്കാനോ ഇതിനെ മാറ്റി നിർത്താനോ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മാനേജ്മെൻറ്റിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളിലൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലൊക്കേഷനായി മാറുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു മാസത്തിൽ എന്തായാലും ഈ പെണ്ണാണെങ്കിൽ കണ്ടില്ലേ, ഇതിനെയാണ് ഞാൻ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു ഷൂട്ടിങ്ങെങ്കിലും ഈ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ അത് മാത്രമല്ല ഒട്ടേറെ ഫോട്ടോഷൂട്ടുകളും പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഈവനിങ് വാക്കിനിടയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വഴിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഏകദേശം കണ്ട് ഒന്ന് മനം കുളിപ്പിക്കാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരിക്കും. റെയിൽവേ സ്റ്റേഷന് നടുക്ക് ഒരു ഒത്ത ആൽമരങ്ങൾ കുറേ നിൽക്കുന്നത് കാണുന്നത് തന്നെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വഴി തൂക്കളിക്കണം. അപ്പോൾ കൊല്ലങ്കോടിന് വണ്ടിത്താവളത്തിനൊക്കെ അടുത്തുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്പോട്ടാണ്. നമുക്കിങ്ങനെ നടക്കാനുള്ള നിവർന്ന് കിടക്കുന്ന പ്ലാറ്റ്ഫോമും മാത്രമല്ല ഇതേപോലെ വലിയ ഭീമാകാരനായിട്ടുള്ള ആൽമരങ്ങൾ 5 എണ്ണം ഒത്ത നടുക്ക്, പ്ലാറ്റ്ഫോമിന് നടുക്ക്. അതിന് നടുക്ക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ അത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ അവിടെ അങ്ങനെ ഒരു വൈബാണ് ഈ സ്റ്റേഷനിൽ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സ്റ്റേഷൻ ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമാ ലൊക്കേഷനായിട്ട് മാറുന്നത്. സിനിമാ ലൊക്കേഷൻ മാത്രമല്ല, ഒരുപാട് കല്യാണ വീഡിയോകളും പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചുള്ള വലിയ ഓർമ്മ കിട്ടിയില്ല. പിന്നെ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുന്നൊരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മാസ്ക് വയ്ക്കാത്തത്. മാസ്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആൾക്കാരില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ആൾക്കാരില്ലാത്തൊരു സമയത്ത് നമ്മളിവിടെ വന്ന് എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീടുകളിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് പേരൊക്കെ നടക്കാൻ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മെല്ലെ നീങ്ങി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ നടന്ന് നീങ്ങാം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു, ഒരു സ്പോട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ അടുത്തെവിടെയെങ്കിലും വരുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് പോകണം. ഈ വള്ളിയിൽ ആടിയിട്ടും പോകണം. അതെ, ഇവിടെ കുറേ വള്ളികളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ആടുമ്പോൾ 5 മിനിറ്റ് ഓർത്താൽ മതി. ഇത് കൂടെ അധികം ട്രെയിനുകളില്ലാത്തതാണ് ഈ ഇത്രയും ഭംഗിയായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനെ കീപ്പ് ചെയ്യാൻ അവർക്ക് കൊണ്ട് പറ്റുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവരുടെ നല്ല മാനേജ്മെൻറ്റ് തന്നെ ആയിരിക്കാം ഈ ആൽമരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സംരക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരിക്കൽ ഇവിടെ വരുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ആൽമരങ്ങൾ ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ പ്ലാറ്റ്ഫോമുകളൊന്നും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മൺതിട്ടകൾ പോലുള്ള ഇതായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സമയത്തോടെ വന്നത്. ഇപ്പോൾ അത് വളരെ നല്ല ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് ഇവിടെ മൊത്തം കെട്ടിപ്പണിഞ്ഞ് പ്ലാറ്റ്ഫോമുകളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വിലയായിട്ട് ഇവർക്ക് കുറച്ച് ആൽമരങ്ങൾ കളയേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ അറ്റത്തേക്ക് നോക്കുമ്പോൾ അറിയാം. ആ അറ്റത്തേക്ക് നോക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് മറ്റൊന്നും കാണാൻ പറ്റില്ല. ഇടതൂർന്ന് നിൽക്കുന്ന ആൽമരങ്ങളെ തന്നെയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. അത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് നോക്കി കണ്ട് ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷെ ഡിസ്ലൈക്ക് ചെയ്യണം മുൻപ് എന്താണ് ഇഷ്ടപ്പെടാത്ത കാരണം എന്നും കൂടി കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് എപ്പോഴും പറയണതാണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കാത്തത്? അതെ, എത്ര പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിക്കണില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് കമന്റ് ചെയ്യും.
ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾ ഇതേമാതിരിയുള്ള സ്പോട്ടുകൾ ഇനിയും നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.